നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്, നമ്മൾ സാധാരണഗതി നമ്മൾ പറയാറുണ്ട്, ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ പലപ്പോഴായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന്. അത്തരത്തിലുള്ള കുറച്ച് വ്യക്തികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മുടെ വയനാടിനെയും കേരളത്തെയും അതുപോലെ ഇന്ത്യയെയും നടുക്കിയ, ഇന്ത്യയെയും നമ്മളെ വിഷമിപ്പിച്ച ഒരു വലിയൊരു ദുരന്തമായിരുന്നു വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിൽ നമുക്ക് ഒരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഉറങ്ങിയ ആ സഹോദരങ്ങൾ പിറ്റേ ദിവസം നമുക്ക് ഈ ലോകത്ത് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു ദുരന്ത മേഖലയിലേക്ക് ചെന്ന് അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് വയനാട് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഡ്രൈവർമാരായ സുഹൃത്തുക്കളാണ് നമുക്കൊപ്പം ഉള്ളത്. അന്ന് ഉണ്ടായ അനുഭവങ്ങളും അവർക്ക് കാണേണ്ടി വന്ന കാഴ്ചകളും അവർ അനുഭവിച്ച വേദനകളും ഒക്കെ അവർ നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ്. ഞങ്ങൾ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, രണ്ടുപേർക്കും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പിറ്റേന്ന് രാവിലെ ഡാം തുറക്കുന്നൊരു പടിഞ്ഞാറത്തെ ഡാം തുറക്കുന്ന 7 മണിക്ക് ഡാം തുറക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്ക് അന്ന് ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 12 മണിയായപ്പോൾ കിടക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴാണ് മഴ സ്ട്രോങ് ആയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉറങ്ങാനൊന്നും നിന്നില്ല. മഴ വല്ലാതെ സ്ട്രോങ് ആയിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഒരു അപകടം വരാനുള്ള പോലെ നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നിന്ന് കറക്റ്റ് ഒരു 2:10 ആയപ്പോൾ, അതിന് മുന്നേ നല്ല മഴയാണ്, പെരും മഴയാണ്. നമുക്ക് 2:10 ആയപ്പോഴത്തേക്ക് കോൾ വന്നു. DOCയിലേക്കാണ് കോൾ വന്നത്, കളക്ട്രേറ്റിലേക്കാണ് കോൾ വന്നത്. അങ്ങനെ ചൂരൽമല അങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ 2 വണ്ടി എടുത്തു. എൻ്റെ വണ്ടിയിൽ ഹസാർഡ് അനലിസ്റ്റും പുള്ളീൻ്റെ വണ്ടിയിൽ അവിടുത്തെ വില്ലേജ് ഓഫീസർ, വെള്ളരിമല വില്ലേജ് ഓഫീസറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്നതിന് മുന്നേ ഒരുപാട് ദുഷ്കരമായിരുന്നു കാര്യങ്ങൾ. അവിടെ എത്തിപ്പെടുക എന്നുള്ളത്. കൽപ്പറ്റ മഹാറാണീൻ്റെ അവിടെ മുതൽ ജൈത്ര പമ്പിൻ്റെ അവിടെ വരെ വെള്ളമായിരുന്നു. പിന്നെ അതിൽ കൂടെ ഒക്കെ വണ്ടി ഇറക്കി അങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടുന്നത്. പോകുന്ന വഴിക്കൊക്കെ വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു 2-2.5 മണിക്കൂർ പെയ്ത മഴയിൽ ഒരു എല്ലാ സ്ഥലത്തും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ പരമാവധി സ്പീഡിൽ അവിടെ എത്തുക എന്നുള്ളതായിരുന്നു നമ്മളൊരു ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ പരമാവധി സ്പീഡിൽ വണ്ടി ഓടിച്ച് അവിടെ എത്തി. അപ്പോൾ എത്തുന്ന വഴിക്കൊക്കെ മരം വീണിട്ടുണ്ട്. പോളീൻ്റെ മുന്നിലൊരു മരം വീണിട്ട് വലിയ ബ്ലോക്ക് ആയിരുന്നു, അത്യാവശ്യം വലിയ മരമായിരുന്നു. അങ്ങനെ ഫയർ മരം കട്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മളെന്താകുന്നത് പോകുന്നത്. അങ്ങനെ നമ്മൾ ചൂരൽമല ടൗണിലെത്തിയപ്പോൾ നമ്മൾ കാണുന്നത് പേടിച്ച് വിറച്ച് നിൽക്കുന്ന കുറച്ച് നാട്ടുകാരാണ്. ഒരു 10-12 പേരുണ്ടാവും. ആ ഭാഗത്ത് ഉള്ള ആൾക്കാരാണ്. അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പാലം പോയി ടൗണൊക്കെയിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കുന്നത്. ടൗണിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഏകദേശം മുട്ടിൻ്റെ മേലത്തോളം മുട്ടോളം ചളിയാണ് ടൗണിൽ. കോൺക്രീറ്റ് കഷ്ണങ്ങളും മരങ്ങളും കടേൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ടൗണിൽ കിടക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ഫയർ എത്തി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഫയർ എത്തി. ഫയറും കൂടി എത്തിയപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കൽ ഇതായതുകൊണ്ട് നമ്മൾ വണ്ടി ഇറക്കി. വെളിച്ചമല്ലായിരുന്നു, നല്ല മഴ ആയതുകൊണ്ട് വെളിച്ചം തീരല്ല. നിങ്ങളെ വണ്ടീൻ്റെ ലൈറ്റ് കൊണ്ടാണോ അവിടെ ഫസ്റ്റ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്? നമ്മളെ വണ്ടീൻ്റെ ലൈറ്റ് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവിടെ ഒരു കടയിൽ ഉമ്മയും മോനും കുടുങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി ആ ചളിയിലേക്ക് ഇറക്കി അതിൽ തിരിച്ചു വെച്ചിട്ടാണ് എന്താകുന്നത്, ആ കടയിലേക്ക് വെളിച്ചടിച്ചു കൊടുത്തിട്ട് ആ കട തുറന്നു നോക്കുന്നത്. ആ കട ഉമ്മയും മോനും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തുറന്നു നോക്കി. ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ചളി കൂടെ പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയിൽ? ഞാൻ, ഹസാർഡ് അനലിസ്റ്റ്, പിന്നെ ഹുസൈൻക നമ്മുടെ ഡ്രൈവറാണ്, പിന്നെ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. അവിടുത്തെ വില്ലേജ് ഓഫീസർ തന്നെയാണ്, വെള്ളരിമല വില്ലേജ് ഓഫീസർ തന്നെയാണ്. അങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കി. അവസാനം കട തുറക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ കട പൊളിച്ചിട്ട് ഒരു ഉമ്മയും മോനുണ്ട് നാട്ടുകാർ ഉറപ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ പൊളിച്ചു നോക്കി നോക്കുമ്പോൾ ഭീകരമായ ദുരന്തത്തിൽപ്പെട്ട നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മളെ ആരുമില്ല. നമുക്ക് ആരുമില്ല. നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങനത്തെ കഥകളൊക്കെ അറിയുന്നത്. നമ്മൾ ഉരുൾപൊട്ടി പറഞ്ഞപ്പോൾ ഇത്ര ഭീകരമാവുന്നുള്ളത് നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അന്ന് രാത്രി ഇരുടും മഴ ആയതുകൊണ്ടാണ് അത്ര ദുഷ്കരമായത്. അങ്ങനെ നമ്മൾ കട പൊളിച്ചു. രണ്ടാമത് ഉരുൾപൊട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഈ കടയൊക്കെ തുറന്നു നോക്കിയപ്പോൾ ആ കടേൻ്റെ ഉള്ളിൽ മണ്ണും വേരും ചളിയും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അവിടെ ഒന്നുമില്ല, അവിടെ ആരും ഇല്ല വെച്ചാൽ ഫുള്ള് ഒഴുകി പോയിട്ടുണ്ടായിരുന്നു അവിടെ മൊത്തം. അങ്ങനെ പിന്നെ ആ ഭാഗത്തുള്ള നാട്ടുകാർ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ സ്കൂളിൻ്റെ ബാക്കിലേക്ക് കുറേ പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഫസ്റ്റത്തെ ഒരു പൊട്ട അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ. ഭീകരമായ പൊട്ട അതിന് മുന്നേ നടന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി, അവിടെയൊക്കെ ചളിയാണ്, മൊത്തം ചളിയാണ്. അങ്ങനെ 4-5 ആൾക്കാരെ വണ്ടിയിൽ കയറ്റി, ആ പ്രദേശത്തുള്ള 4-5 ആൾക്കാരെ വണ്ടി കയറ്റി നമ്മൾ സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത്
അവിടെ പോയി നോക്കുമ്പോൾ സ്കൂളിൽ സാധാരണ ക്യാമ്പ് നടത്തലുണ്ട്. എല്ലാ വർഷവും അവിടെയാണ് ക്യാമ്പ് ഉണ്ടാവല്. ഇങ്ങനെ മഴ വരുമ്പോൾ അവിടെയാണ് ആൾക്കാരെ കൊണ്ട് നമ്മൾ താമസിപ്പിക്കൽ. എറാട്ടുകുണ്ട് പുഞ്ചിരിമട്ടം കോളനി എന്നൊക്കെ ആൾക്കാർ അവിടെ ഞാൻ തന്നെ വർഷങ്ങളോളായിട്ട് കൊണ്ടു ഇറക്കി കൊടുക്കലുണ്ട്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ സാധാ പുഴ ഒഴുകും പോലെ ഒഴുകുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്ര ഭീകരമായ രംഗമൊന്നും അപ്പം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ, ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഇറങ്ങി തപ്പി നോക്കുമ്പോൾ നമുക്ക് 2 പേരെ ജീവനോടെ അവിടുന്ന് കിട്ടി. അവരാണ് ആ ഒഡീഷ്യ സ്വദേശികൾ എന്ന് പറഞ്ഞ ആ ലേഡികൾ, അവരായിരുന്നു. അവരെ കിട്ടുമ്പോൾ അവരെ ഭീകരമായിട്ട് അവരെ കിട്ടിയത് തന്നെ ഇച്ചിരി ചളിയിൽ പൊതിഞ്ഞിട്ടാണ് അവരെ കിട്ടിയത്. അവരുടെ കാലിൻ്റെ എല്ലൊക്കെ പൊട്ടി തൂങ്ങിയിട്ടുണ്ടായിരുന്നു, വായിലേക്ക് മണൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടി നമ്മൾ വാരി കെട്ടി അവരെ നമ്മൾ വണ്ടി കയറ്റി കേട്ടു. താഴ്ന്ന് ഒരു ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. സ്കൂളിൻ്റെ മുന്നിലുള്ള സ്റ്റേജിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചിലല്ല, ഒരു മുളക്കം പോലെ കേട്ടു. ആളുണ്ട് ഞങ്ങൾക്ക് ഉറപ്പായി. അപ്പോൾ നമ്മളെ കൂടെയുള്ള 2 പേര്, കൂടെയുള്ള പറഞ്ഞാൽ ആ ഭാഗത്തുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആരാന്ന് പോലും അറിയില്ല. അവർ അങ്ങോട്ടേക്ക് ഇറങ്ങി. നമ്മളോട് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ താഴെ ആളുണ്ട്, നമ്മൾ പോയി നോക്കിയിട്ട് വരാമെന്നുണ്ട്. അവരിറങ്ങി താഴെ എത്തി. കൂടെയുള്ളവർ നടന്ന് കുറച്ച് മുന്നോട്ടേക്കും പോയി. അപ്പോൾ ഇവരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ രീതിക്ക് ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിഭീകരമായ ശബ്ദം അപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദമായിരുന്നു. അങ്ങനെ ആ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്താണ് ഉരുള് പൊട്ടുകയാണെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉരുള് പൊട്ടിയെടുത്ത് വീണ്ടും പൊട്ടുന്നുള്ളതും ഇതൊരു ഡാം പോലെ രൂപപ്പെട്ടിട്ട് പിന്നെ ഒരുമിച്ച് തള്ളുന്നുള്ളതൊക്കെ നമുക്ക് അറിയായിരുന്നു. ഞങ്ങളപ്പോൾ ഇറങ്ങിയത് കുറച്ച് ആൾക്കാരെങ്കിലും ജീവനോടെ എടുക്കുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ശബ്ദം കേട്ടപ്പോൾ കൂടെയുള്ളവരോട് ഓടാൻ പറഞ്ഞു. അവർക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ല. 2-3 വട്ടവരോട് പറഞ്ഞ് അവർക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ല. ഞാൻ ഓടി, എൻ്റെ കൂടെയുള്ളവർ ഓടി കുറേ അവിടെ ഇവിടെയൊക്കെ വീണ് കാര്യങ്ങളൊക്കെ ആയി. ഭയങ്കര അവസ്ഥയായിരുന്നു സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഓടി. രക്ഷാപ്രവർത്തനം നടത്തിയതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം നടത്തിയാൽ അതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2ാമത്തെ പൊട്ടിന് ആ കൂടെ താഴോട്ട് ഇറങ്ങിയവർ അതിൽ പോയി. അവർക്ക് തിരിച്ച് കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓടി വണ്ടി കയറി. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി. കൂടെയുള്ളവർ ഓടിയിട്ട് ആ കുന്നിൻ്റെ മേലേക്കും കയറി. ആ കുന്നിൻ്റെ മേലെ ആനേൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നെ ഇവരൊന്നും നോക്കിയില്ല. ഇവർ അപ്പം മരണപ്രാളായി. എല്ലാവരും അപ്പം മരണപ്രാളായി. എല്ലാവരും എന്താക്കി ആ കുന്നിൻ്റെ മേലേക്ക് കയറി. ഞാൻ നേരെ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മരം വന്ന് സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് അടിക്കുന്ന സൗണ്ട് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മളിതിൽ പെട്ടെന്ന് നമ്മൾ അപ്പോൾ ഉറപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നിയില്ല. സ്കൂളിൻ്റെ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് മാത്രം അവിടുന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് അങ്ങനെ ഞങ്ങൾ താഴെത്തി ഞാൻ താഴെത്തുന്നതിന് മുന്നേ തന്നെ ആ പൊട്ടിയ ഉരുള് മൊത്തം ചൂരമല ടൗണ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. 2, 3, 4 സെക്കൻഡ് കൊണ്ട് ആ ഏരിയ മൊത്തം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ആ 2ാമത് പൊട്ടി വന്നത് അതിലാണ് അത്രയും വേസ്റ്റും കല്ലുകളും മരങ്ങളൊക്കെ വന്ന് അടിച്ചത്. ഞങ്ങളവിടെ ഫസ്റ്റ് എത്തുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ താഴ്ന്ന് വീടുകളുടെ മേലെന്നൊക്കെ ആൾക്കാർ ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ഏതോ ഒരു വീട്ടിൽ 30 പേരെ കൊണ്ടുവന്ന് ആക്കിയ ആൾക്കാരാണ് ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അവരവിടുന്ന് ഒരു 30 പേരെ ഏതോ ഒരു വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ട് വണ്ടീൻ്റെ മുന്നിൽ കയറിട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കരുതിയത്. അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് 4:10 ആയപ്പോഴത്തേക്ക് അങ്ങനെ 2ാമത്തെ ഉരുൾ പൊട്ടി. മൊത്തത്തിൽ ഏകദേശം അവിടെ നിന്നെല്ലാം പോയി. അതിലാണ് വലിയ നഷ്ടങ്ങൾ അവിടെ ഉണ്ടായത്. കൂടുതൽ ആൾക്കാർ പോയതൊക്കെ അതിലാണ്. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാകുന്നുണ്ട്. ഞങ്ങളാകെ പേടിച്ചു പോയി. മൊത്തത്തിൽ എല്ലാവരും പേടിച്ചു പോയി. 2ാമത്തെ അങ്ങനെ അത്ര ഭീകരമായിട്ട് വരുന്നു ഞങ്ങളും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2ാമത്തെ പൊട്ടിൻ്റെ ഷോക്കിലായിപ്പോയി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ താഴെ വന്ന് നിന്ന് കൂടെയുള്ളവരെ കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരൊക്കെ പല വഴിക്ക് ഓടി. എൻ്റെ കൂടെ വന്ന ഡ്രൈവറും ഉണ്ടായിരുന്നു, ഒരു ഹസാർഡ് അനലിസ്റ്റ് അരുൺ എന്ന് പറഞ്ഞ ആളും ഉണ്ടായിരുന്നു. അവരെ 2 പേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനാകെ ടെൻഷനായിപ്പോയി. അവരെന്നെ വിളിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നെ ആ ഷോക്കിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മീഡിയാസ് എത്തി, ആംബുലൻസുകൾ കൂടുതലെത്തി, ആൾക്കാർ കൂടുതലെത്തി, സന്നദ്ധ പ്രവർത്തകർ കൂടുതലെത്തി. ഒരു 4:45 ആയപ്പോഴത്തേക്ക് കളക്ടറും SP-യും എല്ലാവരും എത്തി. ഗവൺമെൻറ് നല്ല രീതിക്ക് ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. കുറഞ്ഞ നേരം കൊണ്ട് തന്നെ JCB കാര്യങ്ങൾ നമ്മൾ ആ ഒരു പൊട്ടുന്നതിൻ്റെ ഒരു കുറച്ച് മുന്നേ തന്നെ ആ ഭാഗത്തുള്ള ഏതൊരു JCB അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ റോഡ് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് കൂടുതൽ വണ്ടികൾക്ക് അങ്ങോട്ട് കയറാനും കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനം ഒന്നും കൂടി സുഖകരമായി. എന്നാലും കുറേ പേര് പോയി. കൺമുന്നിൽ നിന്ന് 2 പേര് പോയി. വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെയുള്ള കാര്യങ്ങൾ എല്ലാവരും നാട്ടുകാരൊക്കെ വന്ന്, സന്നദ്ധ പ്രവർത്തകർ വന്ന് സജീവമായിട്ട് തന്നെ ഇടപെട്ട്, സജീവമായിട്ട് തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേരെ ജീവനോടെയും അല്ലാതെയൊക്കെ എടുത്തു. ഇതൊക്കെയാണ് അന്നുണ്ടായ അനുഭവങ്ങൾ.
അനസിൻ്റെ കൂടെ ഡ്രൈവറായ അനസിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഏകദേശം ആ പൊട്ട് കേട്ടപ്പോൾ നമ്മളോട് ഓടിക്കോളാൻ പറഞ്ഞല്ലായിരുന്നു. അപ്പോൾ ഓടിക്കോന്ന് പറഞ്ഞപ്പോൾ ഒന്നും കാണുന്നില്ല, ഇരുട്ടായിരുന്നു. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ഹുസൈൻ, ശരി. റവന്യൂർ ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ വില്ലേജ് ഓഫീസറായിട്ടാണ് ഞാൻ പോകുന്നത്. അനസിൻ്റെ വണ്ടിയിൽ അരുൺ എന്ന് പറഞ്ഞ ഒരാളായിട്ട് അവനും പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഭാഗത്ത് മരം വീണ് ഫയർഫോഴ്സ് മരങ്ങളൊക്കെ വെട്ടി മാറ്റിയാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഫയർഫോഴ്സിന് മുമ്പിൽ അനസ് പോയി, അതിൻ്റെ തൊട്ട് വേക്കാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇവനാണ് അവിടെ വണ്ടി ഇറക്കിയിട്ട് തെരച്ചിലൊക്കെ നടത്തിയത്. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങി ചെന്ന് സെറ്ററിലേക്കൊക്കെ ലൈറ്റ് ഇട്ട് കൊടുത്ത് അവിടുന്ന് ആൾക്കാർ പറഞ്ഞത് സ്കൂളിലോട്ട് ഭയങ്കര അപകടം നടന്നിട്ടുണ്ട്, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വളരെ ഭീകരമായ സംഭവമായിരുന്നു. വണ്ടിയൊന്നും പോകില്ല, ഫുൾ പാറകളും മരങ്ങളും വന്ന് അടിഞ്ഞ് കിടക്കാൻ റോഡ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് അവരോട് നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ രണ്ടാൾക്കാരോട് കയറാൻ വേണ്ടി പറഞ്ഞു. വണ്ടിയിൽ കയറി ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയപ്പോഴാണ് രണ്ടാളും ജീവനോട് കിട്ടിയത്. അത് ഒഡീഷ ആ പെണ്ണുങ്ങളായിരുന്നു, 2 പെണ്ണുങ്ങൾ. അവരെ ഭർത്താക്കന്മാരും കൂടെ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവരെ തെരയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അവിടുന്ന് അവർ എടുത്ത് പോയി. പിന്നെ രണ്ടാമത് പൊട്ട് വന്നപ്പോൾ ഞങ്ങൾ ഓടി. പിന്നെ ഞാനൊക്കെ അനസിനെ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല, ആരെ വിളിച്ച് നമുക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഓടി ആ മലേൻ്റെ മുകളിൽ കയറി. പിന്നെ ഞങ്ങൾ അവിടുന്ന് 5 മണിക്കാണ്, പുലർച്ചെ 5 മണിക്കാണ് ഇറങ്ങി വരുന്നത്. അവിടെ കുറച്ച് 2-3 ഫാമിലികളുണ്ടായിരുന്നു, ഫയർഫോഴ്സിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടി താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെയാണ് ആംബുലൻസും കാര്യങ്ങളും അവിടെയുള്ള നാട്ടുകാരും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾ അവിടെ നമ്മളതായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോകുന്നു. ഒരു പ്രദേശം തന്നെയാണ് ഇല്ലാതായി പോയതല്ല. ഒരു 2-3 വാർഡുകൾ ഇല്ലാണ്ടായി അവിടെ. ചുഴൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം. ഇന്നും അതിൽ കിട്ടാൻ ഒരുപാട് ആൾക്കാർ ബാക്കിയാണ്. എല്ലാ വീടുകളും പൂർണ്ണമായി നശിച്ചുപോയില്ല. ചുരുങ്ങി 1-2 വീടുകൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു ദയനീയമായ അവസ്ഥയാണ് അവിടെ, പോയി കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് ഞങ്ങൾ കഴിച്ചിലായി. എന്താ വെച്ചാൽ കുറച്ച് ആ മരം ഫയർഫോഴ്സ് ഞങ്ങൾ പോകുമ്പോൾ ആ മരം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപാട് കുറച്ചും കൂടി രക്ഷാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചു ഓടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ മരം വീണത് കാരണം ഞങ്ങൾ ഒരു 20 മിനിറ്റോളം അവിടെ വഴുകി. അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ട് മുറ്റത്തേക്ക് ഇറങ്ങലും ഈ പൊട്ടലും ഒരുമിച്ചായി. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇനി ആർക്കും ഈ ദുരന്തം നമ്മുടെ വയനാട്ടിലല്ല ഒരു ജില്ലക്കും ഇല്ലാതെ നിൽക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക്.